Hello everyone, welcome to Brilliant EduTech, the best solution ever. ഹെൽത്ത് സർവീസസ് നടത്തിയ കേരള PSC എക്സാമായ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2ന്റെ റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നൊരു എക്സാമാണ്. ഇതുവരെ 5 ജില്ലയുടെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. 5 ജില്ലയിൽ നമുക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അത് ഒരുപാടധികം വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. പലരും വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാടധികം സന്തോഷമാണ്. അവരുടെ സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിനെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ സാലി KM തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില്, ആർദ്ര എറണാകുളം ഡിസ്ട്രിക്റ്റില്, അതുപോലെ കണ്ണൂരിലും ആലപ്പുഴയിലും നമുക്ക് സൗമ്യ ജയാണുള്ളത്. 2 ജില്ലയിലും ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള വ്യക്തിയാണ് സൗമ്യ. അതുപോലെ വയനാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അജീഷ് KS. അപ്പോൾ എല്ലാ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല, നമുക്ക് ഇനിയും കുറേ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ പേഴ്സണലി വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് കാണുമ്പോഴാണെങ്കിലും ഒരുപാടധികം സന്തോഷമുണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ മറ്റ് റാങ്ക് ഹോൾഡേഴ്സ് ആണ്. സെക്കൻഡ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് നമുക്ക്, അതുപോലെ 4th, 3rd, 6th, 5th ഇങ്ങനെ പല റാങ്കിൽ നമുക്ക് ഫസ്റ്റ് 10ൽ തന്നെ അത്യാവശ്യം നിറയെ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൽ ഒരുപാടധികം സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ അച്ചീവ്മെന്റ്സിൽ. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന്റെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെയും എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെയും റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ റാങ്ക് ലിസ്റ്റ് വന്നതാണ്. അപ്പോൾ ഈ അടുത്താണ് വന്നത് റാങ്ക് ലിസ്റ്റ്. അതിനകത്ത് നമുക്ക് 3rd റാങ്ക് ഹോൾഡർ ഉണ്ട് അപർണ KM, അതുപോലെ ഇസ്മായിൽ TA, ശ്രീദേവി LK, മുസീന. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ലീഗൽ മെട്രോളജിയുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തുനിന്നും ഇത്രയും നല്ല വിജയം ഉണ്ടായി എന്ന് പറയുന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അത്രയധികം സന്തോഷം എനിക്കുണ്ട്. അതിലും എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു കേട്ടോ. അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയ അസിസ്റ്റന്റ് സയന്റിസ്റ്റിലും നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. 5th റാങ്കിൽ പൂർണിമ ഗോപി, 18th റാങ്കിൽ ഷജിനി, 29th റാങ്കിൽ ധന്യ, അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇതേപോലെ കഴിഞ്ഞ വർഷം നടന്ന എക്സാം ആണ്. അതിൽ ഫസ്റ്റ് സെക്കൻഡ് റാങ്കുകളിലായിട്ട് നമുക്ക് ആദ്രയും അൽഫിയും ഉണ്ട്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു. ഇനിയും വലിയ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ലേഷൻ, ജീൻ എക്സ്പ്രഷൻ, റെഗുലേഷൻ, സെൻട്രൽ ഡോഗ്മ എന്താണ്, നമ്മുടെ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ തന്നെയാണ് സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ക്ലാസ് ആണ്. അതുപോലെ ലാക്കോപ്രോനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിലും മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് അടുത്തൊരു ക്ലാസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. മൈക്രോബയോളജിസ്റ്റിനായിട്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്യാനും ക്ലാസ്സുകൾ നിങ്ങളുടെ പ്രിപ്പറേഷന് ഉപകാരപ്രദമാക്കാനായിട്ടും ശ്രദ്ധിക്കുക. ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോട്ടീൻ ബയോസിന്തസിസ് അഥവാ ട്രാൻസ്ലേഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ mRNA എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രോട്ടീന് വേണ്ടി കോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ റൈബോസോം എന്ന് പറയുന്ന ആ ഒരു സെൽ ഓർഗാനിലെയാണ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. mRNA മാറ്റിയിട്ട് സ്പെസിഫിക് ചെയിൻ ഓഫ് അമിനോ ആസിഡ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. എന്താക്കിയിട്ടാണ് മാറ്റുന്നത്? സ്പെസിഫിക് ചെയിൻ ഓഫ് അമിനോ ആസിഡ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു ചെയിൻ ഓഫ് അമിനോ ആസിഡ് ആണ് പിന്നീട് പ്രോട്ടീൻ സിന്തസിസിലേക്ക് എത്തിക്കുന്നത്. എവിടേക്കാണ് എത്തുന്നത്? പ്രോട്ടീനിൻ്റെ സിന്തസിസിലോട്ട് എത്തിച്ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ATPയുടെ റിക്വയർമെൻ്റ് ഉണ്ട്, എനർജി വേണം അല്ലേ? അപ്പോൾ എനർജിയുടെ റിക്വയർമെൻറ്റിനായിട്ട് ATP യൂസ് ചെയ്യുന്നുണ്ട്. എനർജി ആരാ കൊടുക്കുന്നത്? ചാർജ് ചെയ്ത tRNA ആണ് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, പല ടൈപ്പ് RNA ഉണ്ടെന്നൊക്കെ നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ tRNA ആണ് ഈ ഒരു എനർജി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഈ ഒരു മെക്കാനിസം ട്രാൻസ്ലേഷൻ നടക്കുന്നത് റൈബോസോമിലാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഈ പറഞ്ഞ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് മറക്കാതെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. റൈബോസോമിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ സബ് യൂണിറ്റും അതുപോലെ ഒരു ചെറിയ സബ് യൂണിറ്റിനെയും കാണാനായിട്ട് സാധിക്കും. വലിയ സബ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് tRNA മോളിക്യൂൾസിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, 2 tRNA മോളിക്യൂളിനെ കണക്ട് ചെയ്യുന്നത് പെപ്റ്റൈഡ് ബോണ്ടുകളാണ് കേട്ടോ. അപ്പോൾ ഈ പെപ്റ്റൈഡ് ബോണ്ട് ഓർത്ത് വയ്ക്കുക, ഏത് ബോണ്ടാണ്? പെപ്റ്റൈഡ് ബോണ്ടാണ്. ആ ഒരു ബോണ്ട് ഉണ്ടാവാൻ തന്നെ കുറച്ച് എനർജി വേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മുടെ mRNA പോകുന്നത് mRNA നമ്മുടെ സ്മോൾ സബ് യൂണിറ്റിലാണ്. ആ സ്മോൾ സബ് യൂണിറ്റുമായിട്ട് ഇതിനെ ചേർത്ത് വയ്ക്കുന്നത് കോംപ്ലിമെൻ്ററി കോഡോൺസ് ആണ്. എന്താണ്? കോംപ്ലിമെൻ്ററി കോഡോൺസ് ഓഫ് tRNA. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം അല്ലേ? അപ്പോൾ ഈ ഒരു പിക്ചറിനകത്ത് ഇത് കാണുന്ന പോലെ നമ്മുടെ mRNA ഉണ്ട്. mRNAയിൽ കുറേ കോഡോണുകളുണ്ട്. അതുമായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ കോഡോൺസ് നമ്മുടെ tRNA എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം.
ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ കോഡ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അമിനോ ആസിഡിന്റെ സീക്വൻസുകളെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ, ദേ മേലെ നമ്മൾ നോക്കിക്കേ, ഇതാണ് നമ്മുടെ അമിനോ ആസിഡ് കേട്ടോ. ഇവിടെയും ഒരു പോളിപെപ്റ്റൈഡ് ചെയിനാണ്, പെപ്റ്റൈഡ് ബോണ്ടുകളാണ് ഇടയിലിടയിൽ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അമിനോ ആസിഡ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഫൈനലി ഒരു സ്റ്റോപ്പ് കോഡോൺ വരും, അതായത് നിർത്തി, ആ ഒരു പ്രോസസ്സ് നിർത്തി നമുക്ക് കോഡ് ചെയ്യേണ്ട അമിനോ ആസിഡ് കിട്ടി. ഇപ്പോൾ വാലിൻ ആവാം, ഗ്ലൈസിൻ ആവാം, സെറിൻ ആവാം, അങ്ങനെ എന്തെങ്കിലും ഒരു അമിനോ ആസിഡ് ആവും. അപ്പോൾ ആ അമിനോ ആസിഡിന് വേണ്ട കോഡൊക്കെ മുഴുവൻ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് കോഡോൺ വരും, അത് അങ്ങോട്ട് നിർത്തും. എന്നിട്ട് ആ ഒരു ചെയിൻ അങ്ങോട്ട് റിലീസ് ചെയ്യും, അമിനോ ആസിഡിൻ്റെ ചെയിൻ റിലീസ് ചെയ്യും. പിന്നീട് ആ അമിനോ ആസിഡ് പോയിട്ട് എന്താവും, പ്രോട്ടീനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമിനോ ആസിഡിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കും, അത് കഴിഞ്ഞിട്ട് അത് പോളിപെപ്റ്റൈഡ് ചെയിൻ പോലെയായി പ്രോട്ടീനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിനകത്ത് ആദ്യമേ നടക്കുന്നത് ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ് ആണ്. അമിനോ ആസിഡിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് അമിനോ ആസിഡും അതുപോലെ ATP ഒക്കെ ഉണ്ട് കേട്ടോ. ATPയും വന്നു, കൂടെ ഒരു എൻസൈം ഉണ്ട്, അതാണ് അമിനോ അസൈൽ സിന്തറ്റേസ്, പേരൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ആ ഒരു സിന്തറ്റേസ് അത് വഴിയായിട്ടുണ്ടാവുന്ന കോംപ്ലക്സ് ആണ് AMP, എൻസൈം കോംപ്ലക്സ് AMP. ഓക്കെ, ഇനി അടുത്തത് നടക്കുന്നത്, നമ്മുടെ അമിനോ ആസിഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ATP എനർജിക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അമിനോ ആസിഡിനെ നമ്മൾ ട്രാൻസ്ഫർ RNA tRNAയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ഓരോന്നായിട്ട് കൊടുത്തു, അത് പോളിപെപ്റ്റൈഡ് ചെയിനൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. ദെൻ ഫൈനലി എൻസൈമിൻ്റെ പ്രസൻസിൽ, നമ്മുടെ അമിനോ അസൈൽ സിന്തറ്റേസിൻ്റെ പ്രസൻസിൽ AMP ലിബറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഇനീസിയേഷൻ നടക്കുന്നത്, നമ്മുടെ ചാർജഡ് ആയിട്ടുള്ള tRNA ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ റൈബോസോമിൽ. ആദ്യം നമ്മുടെ ഈ ഒരു പ്രോസസ്സിന് 5' എന്ന് പറയുന്ന ആ ഒരു സൈറ്റിൽ നിന്നാണ്, 5' എൻഡിൽ നിന്നാണ് ബിഗിൻ ചെയ്യുന്നത്, ഇനീസിയേഷൻ ഫാക്ടറൊക്കെ ബിഗിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം 2 സബ് യൂണിറ്റ് ഉണ്ട് അല്ലേ, ലാർജും ഉണ്ട് സ്മോളും ഉണ്ട്. നമ്മുടെ mRNA വന്ന് ബൈൻഡ് ചെയ്യുന്നത് നമ്മുടെ സ്മോൾ സബ് യൂണിറ്റിലാണ്, അതിന് കോംപ്ലിമെൻ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ലാർജ് സബ് യൂണിറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ അമിനോ അസൈൽ tRNA വന്ന് ബൈൻഡ് ചെയ്യാൻ പോകുന്നത് A സൈറ്റിലോട്ടാണ്, അതിനുശേഷം P സൈറ്റിലോട്ടും വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രോസസ്സ് എലോങ്ങേഷൻ ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ പിക്ചറിനകത്ത് കാണുന്ന പോലെ മറ്റൊരു അമിനോ ആസിഡ് വന്നിട്ട് ഈ ഒരു A സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നതാണ് ഇവിടെ മെയിനായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ആൻറ്റികോഡോണും കോഡോണും തമ്മിൽ ബൈൻഡൊക്കെ ചെയ്ത് P സൈറ്റിൽ മിഥൈൽ ഗ്രൂപ്പ് കാണാനായിട്ട് സാധിക്കും, അതാണ് MET എന്നുകൊണ്ട് എഴുതിയിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞു, അതിനുശേഷം അടുത്ത ആ ഒരു അമിനോ ആസിഡ് വന്ന് ബൈൻഡ് ചെയ്തു, ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പെപ്റ്റൈഡ് ബോണ്ട് തമ്മിൽ ഇവിടെ അമിനോ ആസിഡ്സ് തമ്മിൽ ഉണ്ടാകുന്നത്. ഫസ്റ്റ് സെക്കൻഡ് അമിനോ ആസിഡ്സ് തമ്മിലൊക്കെ ഒരു പെപ്റ്റൈഡ് ബോണ്ടൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എൻസൈം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പെപ്റ്റൈഡൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യണം അല്ലേ, നിർത്തണം അല്ലേ, അതിനുവേണ്ടി ടെർമിനൽ കോഡോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. UAG, UGA, UAA ഇതൊക്കെയാണ് ടെർമിനൽ കോഡോൺസ്. അതിൻ്റെ പേരും ഒന്ന് ഓർത്ത് വയ്ക്കുക, ഒരു കോഡൊന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അവസാനം എന്ത് ചെയ്യും, നമ്മുടെ പോളിപെപ്റ്റൈഡ് ചെയിൻ, tRNA, mRNA ഇതൊക്കെ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ സബ് യൂണിറ്റുകളിൽ നിന്ന്. ഇനി എന്താണ് ജീൻസ്? ജീൻ എന്ന് പറയുന്നത് DNA ഒരു ഭാഗമാണല്ലേ, ഒരു പാർട്ട് ഓഫ് DNA ആണ്. അത് കോഡ് ചെയ്യുന്നത് പെർട്ടിക്കുലർ പ്രോട്ടീനാണ്. ഇപ്പോൾ ഈ അമിനോ ആസിഡ് ചേർന്നിട്ട് ഒരു പ്രോട്ടീനെയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. DNA നമുക്കറിയാം, നമ്മുടെ ഓരോ സെല്ലിൻ്റെ ന്യൂക്ലിയസിൽ നമുക്ക് അത്ര അധികം DNA ഉണ്ട്. നമ്മുടെ ഇൻഫർമേഷൻ ഡാറ്റാബേസ് ഒക്കെ അതാണ് അല്ലേ, നമ്മുടെ മൊത്തം നമ്മൾ എന്താണ് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ DNAനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഈ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സെൽസും അതുപോലെ ബോഡിയും തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജീൻസിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒരു പെർട്ടിക്കുലർ ഫോമാറ്റിൽ കോഡ് ചെയ്തിട്ടുണ്ടാവും. അത് ഓരോ ഡിഫറെൻറ്റ് പ്രോട്ടീന് വേണ്ടി കോഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ DNA അതായത് ആ ജീൻസ് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് mRNA ആവുന്നുണ്ട്, mRNA കൺവേർട്ട് ചെയ്ത് പോളിപെപ്റ്റൈഡ് ആവുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തത് അല്ലേ. എന്നിട്ട് ഫൈനലി നമ്മുടെ പോളിപെപ്റ്റൈഡ് എന്താവും, പ്രോട്ടീനായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊരു ഹിഡൻ കോഡ് ഉണ്ട് അല്ലേ, അത് എക്സ്പ്രസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ, അതിപ്പോൾ നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റിനുള്ളതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ടുള്ളതാവാം, അങ്ങനെ ഓരോ ഇതിനും നമുക്ക് പ്രോട്ടീൻസ് ഉണ്ട് അല്ലേ. ഓരോ നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റിക്ക് ഓരോന്നിനും പ്രോട്ടീൻസ് ഒക്കെ തന്നെയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള ആ ഒരു കോഡ് അനുസരിച്ചിട്ടുള്ള ജീൻ എക്സ്പ്രഷനാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ട്രാൻസ്ലേഷനൊക്കെ പഠിച്ചു, ജീനിൻ്റെ എക്സ്പ്രഷനെ കുറിച്ചും നമ്മൾ പഠിച്ചു. കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് അല്ലേ, നമ്മുടെ ഹെയറും നെയിൽസും സ്കിന്നും ഒക്കെ നല്ല ഹെൽത്തി ആക്കി വെക്കുന്നത് ആ ഒരു പ്രോട്ടീനാണ്. അതിൻ്റെ വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്നത് കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. അപ്പോൾ നമ്മൾ ഒരു കേസസിൽ, മോസ്റ്റ് ഓഫ് ദ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഒരു ടൈം പീരീഡ് എടുക്കും അല്ലേ.
നമ്മുടെ നെയിൽസ് വളരാനായിക്കോട്ടെ, ഹെയർ വളരാനായിക്കോട്ടെ, സ്കിന്നിൻ്റെ ഒക്കെ അതിനൊക്കെ ഒരു പ്രത്യേക ടൈമുണ്ട്. ഓരോ ടൈം പീരീഡ് അനുസരിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. ഇനി എക്സസീവായിട്ട് കെരാട്ടിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറേ ഹെയർസ് നമുക്ക് ഉണ്ടാവും. അതുപോലെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ഹാർഡായിട്ട് മാറും. അതുപോലെ നല്ല തിക്ക് ലോങ് നെയിൽസൊക്കെ കിട്ടും. കാരണം ഒരുപാടധികം എക്സസീവായിട്ട് നമുക്ക് വേണ്ടാത്ത എമൗണ്ടിലാണ് നമ്മുടെ കെരാട്ടിൻ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ഡിഫറൻസസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഗ്രോത്ത് ഒക്കെ സ്ലോ ആയിട്ട് വേണ്ട എമൗണ്ടിൽ മാത്രമേ എക്സ്പ്രഷൻസ് നടക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കെരാറ്റിൻ ജീനിൻ്റെ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര തോതിൽ വേണം, എത്ര അളവിൽ വേണം എന്നുള്ളതൊക്കെ റെഗുലേറ്റ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ജീൻ റെഗുലേഷൻ ആൻഡ് എക്സ്പ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യണത് ലാക്കോപ്രോണെ കുറിച്ചാണ്. ലാക്കോപ്രോൺ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻ അല്ലെങ്കിൽ ഓപ്രോൺ ആണ്. സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രൊമോട്ടർ ഇവർക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രൊമോട്ടർ എന്തിനാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഹെൽപ്പ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടിനും മെറ്റബോളിസത്തിനുമാണ്. എന്തിൻ്റെ ട്രാൻസ്പോർട്ടും മെറ്റബോളിസമാണ് നടക്കുന്നത്? ലാക്ടോസിൻ്റെ ട്രാൻസ്പോർട്ടും മെറ്റബോളിസമാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഈക്കോളയിലും മറ്റ് ബാക്ടീരിയയിലൊക്കെയാണ് ഈ പറയുന്ന രീതിയിൽ ട്രാൻസ്പോർട്ടും മെറ്റബോളിസും ഒക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോകാരിയോട്ടിൽ നടക്കുന്ന ജീൻ റെഗുലേഷനാണ് ഇവിടെ നമ്മൾ ഈ ലാക്കോപ്രോൺ മോഡൽ വഴിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൾട്ടർനേഷൻ സംഭവിക്കുന്നുണ്ട്. എല്ലാ ഫിസിയോളജിക്കൽ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഡിഫറൻസസ് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു ജീനിൻ്റെ എക്സ്പ്രഷനിലൊക്കെ. ഇത് ഒബ്സർവ് ചെയ്തത് ആരാണ്? ജേക്കബും അതുപോലെ മോനോഡും കൂടിയിട്ടാണ്. ലാക്കോപ്രോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റെഗുലേറ്ററി ജീൻ ഐ ഉണ്ട്. റെഗുലേറ്ററി ജീൻ ഐ കോഡ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? റെപ്രസർ പ്രോട്ടീന് വേണ്ടിയിട്ടാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? റെപ്രസർ പ്രോട്ടീന് വേണ്ടിയിട്ടാണ്. ഇതല്ലാതെ സെഡ് ജീൻ ഉണ്ട്. സെഡ് ജീൻ പോയിട്ട് കോഡ് ചെയ്യുന്നത് ആരെയാണ്? ബീറ്റ ഗാലക്ടോസിഡേസിനെയാണ്. ആരെയാണ്? ബീറ്റ ഗാലക്ടോസിഡേസിനെയാണ് കോഡ് ചെയ്യുന്നത്. അത് കാറ്റലൈസ് ചെയ്യുന്നത് നമ്മുടെ ഹൈഡ്രോലിസിസിന് വേണ്ടിയിട്ടാണ്. എന്തിൻ്റെ ഹൈഡ്രോലിസിസ് ആണ്? ലാക്ടോസിൻ്റെ ഹൈഡ്രോലിസിസിന് വേണ്ടിയിട്ടാണ്. എന്തിൻ്റെയാണ്? ലാക്ടോസിൻ്റെ. അപ്പോൾ അത് ഗ്ലൂക്കോസും ഗാലക്ടോസും ഒക്കെ ആയിട്ടാണ് മാറുക. എന്തായിട്ടാണ് മാറുന്നത്? ഗ്ലൂക്കോസും ഗാലക്ടോസും ഒക്കെ ആയിട്ടാണ് മാറുന്നത്. അതാണ് സെഡ് ജീനിൻ്റെ പണി. സെഡ് ജീൻ കോഡ് ചെയ്യുന്നത് ബീറ്റ ഗാലക്ടോസിഡേസിനെയാണ്. അത് കാറ്റലൈസ് ചെയ്യുന്നത് ഹൈഡ്രോലൈസിസ് ഓഫ് ലാക്ടോസിന് വേണ്ടിയിട്ടാണ്. അത് ലാക്ടോസ് മാറി ഗ്ലൂക്കോസും ഗാലക്ടോസും ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ജീനും എന്തിനു വേണ്ടിയിട്ടാണ് കോഡ് ചെയ്യുന്നതെന്ന് മറക്കാതെ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി വൈ ജീൻ കോഡ് ചെയ്യുന്നത് പെർമിയേസിന് വേണ്ടിയിട്ടാണ്. പെർമിയേസ് എന്താ ചെയ്യുന്നത്? പെർമിയേസ് റെഗുലേറ്റ് ചെയ്യുന്നത് ലാക്ടോസിൻ്റെ പെർമിബിലിറ്റിനെയാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിക്കുക കേട്ടോ. പെർമിയേസ് ലാക്ടോസിൻ്റെ പെർമിയബിലിറ്റി, ലാക്ടോസിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിനെ പെർമിയബിൾ ആക്കാൻ, മൂവ്മെൻറ്റ് നടത്താനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് വൈ ജീനിൻ്റെ പണി. ഇനി എ ജീൻ ഉണ്ട്. എ ജീൻ കോഡ് ചെയ്യുന്നത് ട്രാൻസ് അസറ്റൈലേസിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ്? ട്രാൻസ് അസറ്റൈലേസിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു എൻസൈം എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അസിസ്റ്റ് ചെയ്യുന്നത് ആരെയാണ്? ബീറ്റ ഗാലക്ടോസിഡേസിന് അസിസ്റ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ് എ ജീൻ. അപ്പോൾ എ ഫോർ അസിസ്റ്റിംഗ്, അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ എല്ലാ ജീൻസും ലാക്ടോസിൻ്റെ മെറ്റബോളിസത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ജീൻസ് ആണ് കേട്ടോ. അപ്പോൾ ലാക്കോപ്രോണിൻ്റെ കേസിൽ ആരാണ് ഇൻഡ്യൂസർ? ലാക്ടോസ് തന്നെയാണ് ഇൻഡ്യൂസർ. ഇപ്പോൾ നമ്മുടെ ബാക്ടീരിയയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു മീഡിയം ഉണ്ടല്ലോ, ആ മീഡിയത്തിനകത്ത് ലാക്ടോസ് ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പറയുന്ന റെഗുലേറ്ററി ജീൻസ് ഒക്കെ തന്നെയും ആക്ടിവേറ്റഡ് ആവും. നമ്മുടെ ലാക്ടോസിൻ്റെ മെറ്റബോളിസം നടത്താനുള്ള എല്ലാവരും ഷട്ടപ്പടേന്ന് റെഡി ആയിട്ട് നിൽക്കും. ഇനി ഇൻഡ്യൂസർ എന്ത് ചെയ്യും? ഇൻഡ്യൂസർ പോയിട്ട് നമ്മുടെ റെപ്രസർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യും. എന്തിനാണ് റെപ്രസർ പ്രോട്ടീനായിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത്? റെപ്രസർ പ്രോട്ടീൻ്റെ പണി എന്താണെന്ന് നമുക്കറിയാം അല്ലേ? അവർ തടസ്സപ്പെടുത്തുന്ന ആൾക്കാരാണ്, ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് അലൗ ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇൻഡ്യൂസർ പോയിട്ട് റെപ്രസറിൻ്റെ അടുത്ത് പറയും, നീ മിണ്ടാണ്ടിരുന്നോ, ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ ആക്റ്റീവാണ്, നീ നിനക്കിവിടെ റോളില്ലാന്ന് പറയും. അപ്പോൾ നമ്മുടെ റെപ്രസറിനൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ ഇനാക്ടിവേറ്റ് ആയിട്ട് പോവും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ലാക്ടോസിൻ്റെ മെറ്റബോളിസം നടക്കും. അതായത് ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ നടന്ന് നമ്മുടെ ലാക്ടോസ് എന്തായിട്ട് മാറും? ഹൈഡ്രോലൈസിസ് ഒക്കെ വഴിയായിട്ട് എൻസൈമിൻ്റെ പ്രസൻസിൽ ഗ്ലൂക്കോസും ഗാലക്ടോസും ഒക്കെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജീൻസ് എക്സ്പ്രസ്ഡ് ആവണ എപ്പോഴാണ്? ലാക്ടോസ് പ്രസൻ്റ് ആയിരിക്കുന്ന ആ ഒരു കണ്ടീഷനിലാണ്. അതുപോലെ ഗ്ലൂക്കോസ് ആബ്സെൻ്റ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഈ പറയുന്ന എക്സ്പ്രഷൻ നടക്കുന്നത് കേട്ടോ. ലാക്ടോസ് പ്രസൻ്റ് ആണ്. ലാക്കോപ്രോൺ നടക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ലാക്ടോസ് വേണം അല്ലേ? അപ്പോൾ ആ ഒരു പേരൊന്ന് വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി. ഗ്ലൂക്കോസ് ആബ്സെൻ്റ് ആയിരിക്കണം, ലാക്ടോസ് പ്രസൻ്റ് ആയിരിക്കണം. ഇനി നമുക്കറിയാം ഇവിടെ ഗ്ലൂക്കോസ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഗ്ലൂക്കോസ് കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഒരു മെക്കാനിസം അങ്ങ് ഓഫായി പോവും. കാരണം ലാക്ടോസിൻ്റെ ലെവലിനേക്കാളും ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഉണ്ടാകുമ്പോൾ ഈ ഒരു മെക്കാനിസം ഓഫായി പോകുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലാക്കോപ്രോണെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ബേസിക് ഐഡിയാസ്, ജീൻസ് ഏതൊക്കെയാണ്, എൻസൈം ഏതൊക്കെയാണ്, ഏതൊക്കെയായിട്ടാണ് മാറുന്നത്, ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ.
അപ്പൊ കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ മൈക്രോബയോളജിസ്റ്റ് അഥവാ ബാക്ടീരിയോളജിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. 28-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റഡി സപ്പോർട്ട് ഉണ്ടായിരിക്കും, അതായത് നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, MCQ ഡിസ്കഷൻ ഉണ്ടായിരിക്കും, നമ്മുടെ സിലബസ് ബേസ്ഡ് ടോപ്പിക്കിൽ അനുസരിച്ചായിരിക്കും നമ്മുടെ ക്വിസും കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുപോലെ സിലബസ് ഓറിയന്റഡ് നോട്ട്സ് ഉണ്ടായിരിക്കും, സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും. ഏതാണ് ഇന്നത്തെ ദിവസം പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. റിവിഷൻസും റിവിഷൻ ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. കൂടെ കൂടെ നമുക്ക് റിവൈസ് ചെയ്ത് റിവിഷൻ ടെസ്റ്റിലൂടെ നമ്മുടെ പ്രിപ്പറേഷനെ സെൽഫ് അനലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മെന്റർഷിപ്പ്. ഈ ഒരു പ്രിപ്പറേഷൻ പീരീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ അതിപ്പോൾ പഠനത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ നിങ്ങളുടെ മെന്റലായിട്ട് നിങ്ങളെ ഈ പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകണം, എക്സാമിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലാണെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ മൈക്രോബയോളജിസ്റ്റ് എക്സാമിന്റെ ക്രാഷ് കോഴ്സിലെ നമ്മുടെ സ്റ്റുഡൻസിന്റെ റിവ്യൂസും ഫീഡ്ബാക്സും ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. 9952645596 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. വേറൊരു നമ്പർ നമുക്കില്ല. അപ്പോൾ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനായിട്ടും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.